ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ അറിയിക്കുന്നതിന് മുൻപ് തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുകയാണ്. തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്, മാനുഷാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന്. ഇവിടെ പ്രധാനമായും പറയുവാനുള്ളത് മാനസാന്തരപ്പെടുവിൻ എന്നുള്ളത്. അത് യേശു ലോകത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞതാണ്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന്. അപ്പോൾ മാനസാന്തരമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഈ കഷ്ടത നിറഞ്ഞ ലോകത്ത് ഏറ്റവും സമാധാനത്തോടും സന്തോഷത്തോടും പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെയായിരിക്കും. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം സഹിക്കുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, കടഭാരങ്ങൾ, ഇതൊക്കെയും നമ്മെ എപ്പോഴും ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു രാജ്യത്തിലേക്കുള്ള പ്രവേശനം ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെയും മോചനത്തിനു വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ആകാശത്തിന്റെ താഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിൻ്റേത് മാത്രമാണ്. അതാണ് ഇവിടെ കർത്താവ് തന്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്: കാലം തികഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ്. കാലം തികഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
ഒന്നാമതായി പരസ്പര സ്നേഹമില്ല, സമാധാനമില്ല, സന്തോഷമില്ല. മുന്നോട്ട് ജീവിക്കുവാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. എത്രയധികം കഷ്ടത സഹിച്ചാലും ഒരു മനസമാധാനം കിട്ടാത്ത ലോകത്തിൽ കൂടിയാണ് നാം ജീവിച്ച് മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ നമുക്കുറപ്പുള്ള ഒരു മതിൽ പോലെ, ഉറപ്പുള്ള ഒരു കോട്ട പോലെ, ഉറപ്പുള്ള ഒരു മുറിച്ചകം പോലെ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഏറ്റവും സമാധാനവും സന്തോഷവും സ്നേഹവും കൊണ്ട് നിറഞ്ഞതായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നാം ഇപ്പോൾ പത്രങ്ങളും മറ്റു മീഡിയകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മയക്കുമരുന്നിന് അടിമകളായിത്തീരുന്നു. മാതാപിതാക്കൾ അവരെ വിളിക്കുമ്പോൾ ചില കുട്ടികളുടെയൊക്കെ കയ്യിൽ ഫോണുണ്ടെങ്കിലും അവർ അതൊന്നുമല്ല, ഫോൺ ബെല്ലടിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിളിക്കുന്നതോ ഒന്നുമല്ല അവർ ശ്രദ്ധിക്കുന്നത്. അവർ വേറൊരു ലോകത്താണ്. ആ ലോകത്ത് അവർ തനിച്ച് മാത്രമേ ഉള്ളവർ, തനിച്ച് ആ ലോകത്ത് കൂടി യാത്ര ചെയ്യുകയാണ്. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരിക്കും വിദ്യാഭ്യാസം ചെയ്യുവാൻ കടന്നു പോകുന്ന ആ ഒരു കുട്ടി. എന്നാൽ ഇന്ന് ആ കുട്ടി സുബോധം നഷ്ടപ്പെട്ടവനായി മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നഷ്ടപ്പെട്ടവനായി മാറിയിരിക്കുന്നു. ആ അവസ്ഥയിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ ഇതുവരെ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും നാം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവുമല്ല അവരെവിടേക്ക് പോകുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരാരുടെയൊക്കെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്, ആരോടെയൊക്കെ കൂടെയാണ് അവർ കളിക്കുന്നത്, അവർ വിനോദം നടത്തുന്ന കുട്ടികൾ എപ്രകാരമുള്ളവർ എന്നൊക്കെയും വളരെയേറെ ശ്രദ്ധയോടെ കരുതലോടെ കാത്തിരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടി നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആർക്കാണ് ഇവിടെ സമാധാനമുള്ളത്? എന്നാൽ യേശു പറയുന്നത് അപ്രകാരമല്ല. ഇതൊക്കെയും ലോകം നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുവാൻ. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ തരുന്ന സമാധാനമോ അത് ലോകം തരുന്നത് പോലെയല്ല, അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം അല്പസമയത്തേക്ക് മാത്രമാണുള്ളത്, പ്രിയമുള്ളവരെ. എന്നാൽ യേശു കർത്താവ് തരുന്ന സമാധാനമോ അതെന്നേക്കും നിലനിൽക്കും. ആ സമാധാനമാണ് നാം അനുഭവിക്കേണ്ടത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയും നമ്മൾ അനുഭവിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ നാം നമ്മുടെ രക്ഷിതാവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നാം ഇതുവരെ അനുഭവിക്കാത്ത ഒരു സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നമ്മൾ പലപ്പോഴും രോഗത്താൽ ഭാരപ്പെടുന്നവരായിരിക്കും. ചികിത്സിക്കുവാൻ പണമില്ല. എന്നാൽ ചികിത്സിക്കുവാൻ പോകുന്നതിന് മുൻപ് തന്നെ സകലത്തിന്റെയും വൈദ്യനായ ഡോക്ടറായ യേശുവിനോട്, സകല സൃഷ്ടിയുടെയും ഉടമസ്ഥനായ യേശുവിനോട് ചോദിക്കുക, എനിക്ക് കഴിവില്ല, എന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് കഴിയും എന്ന് നാം വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിനോട് അപേക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും ഭാരപ്പെടുന്ന ആ വിഷയത്തിന് നമുക്ക് മറുപടി ലഭിക്കും. നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എപ്പോഴും നമ്മുടെ ഉറക്കം കിടന്നുകൊണ്ടിരിക്കുന്നത് കടഭാരമായിരിക്കും. എന്നാൽ ആ കടഭാരത്തിൽ നിന്ന് ഒക്കെയും നമ്മെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പരാജയപ്പെട്ടു പോകേണ്ടവരല്ല, നാം എന്നും തളർന്നു വീഴേണ്ടവരല്ല. നാം ധൈര്യത്തോടെ നമ്മുടെ ജീവിതം നയിക്കേണ്ടവരാണ്. അതിനാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ഏറ്റവും നല്ല ബന്ധം.
ദൈവവുമായി നമുക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും യേശുക്രിസ്തു നമ്മെ ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയുമില്ല. ഈ ലോകത്തുള്ള പലരും നമ്മളെ ഉപേക്ഷിച്ചെന്നിരിക്കും, കൈവിട്ടെന്നിരിക്കും, നാം പ്രതീക്ഷിച്ചിരിക്കും. അവർ ജീവിത അവസാനം വരെ എന്നെ സഹായിക്കുന്നവരായിരിക്കും, എന്നോടൊപ്പമുണ്ടായിരിക്കുന്നവരായിരിക്കുമെന്നൊക്കെ നാം കരുതുമ്പോൾ ഇടയ്ക്കവരെ നമ്മെ ഉപേക്ഷിച്ച് കടന്നുപോകും. എന്നാൽ യേശു അപ്രകാരമല്ല. യേശു ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കുകയുമില്ല, നമ്മെ കൈവിടുകയുമില്ല, നമ്മെ തള്ളിക്കളയുകയുമില്ല. നമ്മുടെ അമ്മയേക്കാളേറെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രകാരം നല്ല പ്രിയമുള്ളവർ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അതിന്റെ ശേഷം സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിന്റെ ഈ ലോകത്തിലെ ജീവിതം പൂർത്തിയായി. താൻ ഈ ലോകത്തിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? തന്റെ ഉദ്ദേശം എന്തായിരുന്നു? ലക്ഷ്യമെന്തായിരുന്നു? ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം ഇവിടെ സംഭവിക്കുവാൻ നിമിഷങ്ങൾ മാത്രമാണുള്ളത്. കാരണം യേശുവിനെ പിടിച്ച് യാതൊരു കുറ്റവും യേശു ചെയ്തിട്ടില്ല. എന്നാൽ യേശു ക്രൂശിക്കപ്പെടണം എന്നുള്ളത് തിരുവെഴുത്തുകളിൻ പ്രകാരം സംഭവിക്കേണ്ടത് തന്നെയാണ്. ഇത് മറ്റൊന്നിനുമല്ലായിരുന്നു പ്രിയമുള്ളവരെ. മാനവരാശി പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാണ്. നാം പത്രങ്ങളും മറ്റു മീഡിയകളുമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും പാപം എന്താണ് എന്ന്. അത് മനുഷ്യൻ തിരിച്ചറിയണം. ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കർത്താവായ യേശു മൂന്നാണിമയിൽ തൂങ്ങപ്പെട്ടത്. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഇവിടെ ഞാൻ വായിച്ച ഭാഗം ഇതാണ്: എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ പാപം തീരുവാൻ വേണ്ടി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളെയൊക്കെയും അവസാനിപ്പിച്ച് ദൈവമൊരുക്കിയിരിക്കുന്നതായ നിത്യഭവനത്തിൽ, ആ സ്വർഗീയ രാജ്യത്തിൽ നാം ദൈവത്തോടുകൂടെ വസിക്കേണ്ടതിന് മനുഷ്യനായി ഇവിടെ യേശു ഇറങ്ങി വന്ന യേശുവിനെ നമ്മൾ തന്നെ കൊന്നു. അവസാനം യേശു പറയുകയാണ്: സകലതും തികഞ്ഞിരിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന്. ഈ സമയത്താണ് നമ്മൾക്ക് നമ്മുടെ സഹപ്രവർത്തകനെ സഹായിക്കുവാൻ കഴിയുന്നത്, നമ്മുടെ അയൽവാസിയെ സഹായിക്കുവാൻ കഴിയുന്നത്, നമ്മുടെ ചുറ്റുപാടുകളെ നോക്കിക്കൊണ്ടുകൊണ്ട് അവരെ സഹായിക്കുവാൻ കഴിയുന്നത്. അവർക്കിപ്പോൾ ദാഹിക്കുകയാണ്. അവർക്ക് ആശ്വാസമാണ് വേണ്ടത്. അവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതിനാണ് യേശു പറഞ്ഞത്: എനിക്ക് ദാഹിക്കുന്നു എന്ന്. നാം സ്വർഗരാജ്യത്തിൽ വസിക്കേണ്ടതിനു വേണ്ടി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചെറിയ കാലഘട്ടം വളരെ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗവും ദുഃഖവും ദുരിതവും മരണവുമെല്ലാം നമ്മെ പിന്തുടർന്ന് പിടിച്ച് നമ്മെ പരാജയപ്പെടുത്തുമ്പോൾ ഇതിനപ്പുറത്ത് നമുക്കായി ഒരു നിശ്ചിത ദൈവം ഒരുക്കിയിരിക്കുന്നു. ആ നിശ്ചിതയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. അവിടെ അവസാനമില്ലാത്ത ജീവിതം ദൈവത്തോട് കൂടെയാണ്. കാരണം ഇവിടെ നാം ഉപേക്ഷിച്ച് കളയുന്നത് നമ്മുടെ ഈ ജഡം മാത്രമാണ്. അത് മണ്ണിനോട് ചേർന്ന് പോകുമെങ്കിൽ നാം ഇപ്പോൾ ജീവനോടെ നിൽക്കുന്ന ആ ആത്മാവിനെ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ദൈവമാണ്. അത് ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും. ആ ആത്മാവാണ് ദൈവത്തോട് കൂടെ വസിക്കേണ്ടത്. അവിടെ ഒരു രൂപമുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം മറിയ ഉയർത്തെഴുന്നേറ്റ് വന്ന യേശുവിനെ കണ്ടു. യേശുവിനെ തൊടാൻ ചെന്നപ്പോൾ യേശു പറഞ്ഞത്: ഞാൻ സ്വർഗത്തിൽ പിതാവിന്റെ അടുത്ത് പ്രവേശിച്ചിട്ടില്ല, പോയിട്ടില്ല, എന്നെ തുടരുത് എന്നാണ്. യേശുവിലേക്ക് നടന്നുപോയ ശിഷ്യന്മാരുടെ കൂടെ യേശു നടന്നു. അവരറിഞ്ഞില്ല. കാരണം അവരുടെ കണ്ണിനെ യേശു മറച്ചു നിന്നു. എന്നാൽ അതിനുശേഷം യേശു അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ പ്രിയമുള്ളവരിൽ ഈ ഭൂമിയിൽ നാം നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് വെറുതെ വിചാരിക്കരുത്. നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുകയല്ല. ഇവിടെ ഇന്ന് നാം ഒരു പുതിയ ജീവിതം തുടരുകയാണ്. വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിക്ക്
രണ്ട് അവസ്ഥകളാണുള്ളത്. ഒന്നുകൂടെ ഒന്ന് വരുവാനിരിക്കുന്ന ലോകത്ത് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഏതൊരു മനുഷ്യനും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാം. ആ മനുഷ്യനാണ് ക്രിസ്ത്യാനി. അവർക്ക് രണ്ട് പൗരത്വമാണുള്ളത്. ഒന്ന് ഭൂമിയിൽ, ഒന്ന് വരുവാനിരിക്കുന്ന ലോകത്ത്. ആ പൗരത്വം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായും യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നാം അവനോട് കൂടെ എടുക്കപ്പെടും. അവക്കാൽ ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ നാം അവനോട് കൂടെ വസിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത്, യേശു നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. നാം തന്നെ യേശുവിനെ വധിച്ചു, അല്ലെങ്കിൽ ആണിമേൽ തൂക്കി, പുരുഷന്മേൽ തൂക്കി കൊന്നു. അതിനു മുൻപാണ് പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു എന്ന്. അപ്പോൾ കൊടുത്തത് കയ്പാണ്. കയ്പ് കലർന്ന നീ യേശുവിനെ കൊടുത്തുക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കണമേ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരൻ, നമ്മുടെ സഹജീവി, നമ്മളെ പോലെ ഇരിക്കുന്നവൻ, മനുഷ്യൻ, അവന് ദാഹിക്കുമ്പോൾ അവന് നമ്മളിൽ നിന്നും ലഭിക്കേണ്ടത് കയ്പല്ല, നല്ല മധുരമായിരിക്കണം, നല്ല സ്നേഹമായിരിക്കണം, സ്വാധനമായിരിക്കണം, അവന് സന്തോഷം വരുത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ. അതാണ് യേശു ആഗ്രഹിച്ചത്. എന്നാൽ അവർ യേശുവിന് കൊടുത്തതോ കയ്പായിരുന്നു. അതല്ല നാം ചെയ്യേണ്ടത്. നാം മധുരമുള്ളതായിരിക്കണം. അതാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് പ്രകാരം, കർത്താവേ, എനിക്ക് പ്രസംഗിക്കുവാൻ അറിയാൻ മേല, വിദ്യാഭ്യാസമില്ല. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഞാൻ കേരളം മാത്രമേ എനിക്ക് കടന്നു നടന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള കാരണം അതിനപ്പുറത്തേക്ക് കടന്നു പോകുവാൻ ഒരു ഭാഷയും എനിക്കറിഞ്ഞുകൂടാ. എന്റെ തൊട്ടടുത്ത് സ്കൂളുണ്ടെങ്കിലും ഞാൻ വിദ്യാഭ്യാസം ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മളെ ഏത് നിലവാരത്തിൽ എവിടെ വേണമെങ്കിലും എത്തിക്കുവാൻ, എപ്പോൾ വേണമെങ്കിലും എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ ഏറ്റവും സാധിച്ചു തരുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന് കഴിയും. ആ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാം. ആയതിനാൽ നമ്മൾ കൈപ്പൂരിയിൽ കൊടുക്കുന്നവരായവരെ നാം മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും സ്നേഹവും അവർക്ക് പകർന്നു കൊടുക്കണം. അവരുടെ അവസ്ഥകളെ, അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നാം കാണുന്നുവെങ്കിൽ, അറിയുന്നുവെങ്കിൽ, തീർച്ചയായും നാം അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ അത് ഇവിടെ ദൈവം ചോദിച്ച, യേശു ചോദിച്ച ആ ചോദ്യത്തിന്റെ പൂർത്തീകരണം എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ നമുക്ക് മുൻപോട്ട് ജീവിക്കുവാൻ കഴിയും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാണ് യേശു പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ മോഷ്ടിക്കരുത്, കൊലപാതകം ചെയ്യരുത്, അങ്ങനെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. അത്തരം പ്രവൃത്തികളൊന്നും നാം ചെയ്യരുത്. പ്രിയമുള്ളവരെ, എന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഇവ നശിച്ചു പോകുന്നവരെ നാം ഓർക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഏറ്റവും അധികം ഇതിനടിമയായിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരുടെ മക്കളാണ്, കൂലിപ്പണിക്കാരുടെ മക്കളാണ്. അവർ മറ്റുള്ളവരുടെ പൈസ നോക്കി പല കുറ്റകൃത്യങ്ങളും ചെയ്ത് അവരുടെ ജീവിതം കൽത്തുറങ്കിൽ അടിക്കപ്പെടുന്നവരാണ്. എന്നാൽ അവരെ ഉപദേശിക്കുവാൻ ആരുമില്ല, അവരത് സ്വീകരിക്കുകയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നാൽ ദൈവത്തിന് കഴിയും അവരെ നന്നാക്കുവാൻ. അവരെ മയക്കുമരുന്നിൽ കഴിക്കാതിരിക്കുവാനുള്ള ബോധം ദൈവത്തിന് അവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയും. അവർ ദൈവസന്നിധിയിലേക്ക് ഒരിക്കലെങ്കിലും ചെന്ന് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഒന്ന് അപേക്ഷിച്ചാൽ മാത്രം മതി. അത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലും ആയിത്തീരും എന്നുള്ള യാഥാർത്ഥ്യം സകലരും തിരിച്ചറിയണമേ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവോ നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എന്നും എപ്പോഴുമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.